സ്വയംവരം സ്വയംവരം ബൾക്ക് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റും ചെയ്തു മുഖത്തെ ടയർഡ്നെസ്സും മാറും, ഫ്രഷ് ലുക്ക് ഉണ്ടായിരിക്കും. ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഒരു പേടിയില്ല അല്ലേ? ഞാൻ പലരും ഇവർ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ബിഫോർ ആഫ്റ്റർ. അതിൽ ഒരു 80% ഇവർ വിജയം കണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും പ്രതീക്ഷിക്കുന്നു എന്റെ മേക്ക് ഓവർ എന്ന് പറയുന്നത് അതാണല്ലോ, ഇവരെന്നെ ഇവരുടേതായ ഇഷ്ടത്തിൽ മാറ്റി പ്രസന്റ് ചെയ്യുന്നത് അത് സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണത്. പ്രതീക്ഷ ഓൾമോസ്റ്റ് ഹാഫ് പോലും ആയിട്ടില്ല അല്ലേ? ഇപ്പം ആദ്യത്തെ ട്രിമ്മിങ് കഴിഞ്ഞു, കട്ടിങ് തുടങ്ങി. ഓക്കെ, സോ ഇതിന് ശേഷം ഇപ്പൊ കട്ടിങ് അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ബിയർഡിന് എന്തെങ്കിലും പ്ലാൻ? ബിയർഡിന് ആക്ച്വലി ഇപ്പം ഈ ബീയിങ് ഇറ്റ് ഈസ് എ വെഡിങ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ലൈറ്ററായിട്ട് ട്രിം ചെയ്തിട്ട് ലൈക്ക് വിൽ ഷേപ്പ് ഇറ്റ് ദി സൈഡ് ആൻഡ് ജോ സൈഡ് കുറച്ചും കൂടെ ആ ഗ്രോത്ത് നിലനിർത്തിക്കൊണ്ട് അപ്പം ഒരു ഓവൽ ഷേപ്പ് കിട്ടും ഫേസിന്. കുറച്ചും കൂടെ ഒരു ഫേസിന് ഒരു വലുപ്പം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇന്ന് ഹെയർ കട്ട് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വാഷിംഗ് പ്രൊസീജിയേഴ്സ്? വാഷിംഗ് കഴിഞ്ഞ് then we'll set the beard, then we'll go for the wash. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ മേക്കപ്പ് ഒന്നുകൂടെ ഹെയർ സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലേ? ഉണ്ട്. നാളെ വീണ്ടും വാഷ് ചെയ്ത് വീണ്ടും ഈ സെറ്റിംഗ് ശരിയാക്കി നാളെ വീണ്ടും വാഷ് ചെയ്ത് we'll do the makeup first, then hair. ഓക്കെ, സോ നമുക്ക് കാണാം. ഇതിപ്പം ശരിക്കും നമ്മൾ ആ മേക്ക് ഓവർ ലൈവായിട്ട് കാണാതിരിക്കുകയാണ്. ഇപ്പൊ തന്നെ വന്ന ബൾക്കി മുടി എല്ലാം കുറെ പോയി. നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് പ്രൊസീഡ്. While doing haircut, നമ്മളിപ്പോൾ ബിയേർഡിൻ്റെ ഒരു 40% കഴിഞ്ഞ് we have made the linings and രണ്ട് സൈഡിലും ട്രിം ചെയ്തു. ദെൻ ഇപ്പം ഷേവിങ് ബിയർഡ് ഡിസൈനിങ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. ലൈൻ ചെയ്തത് എല്ലാം സെറ്റ് ചെയ്യും, ഇപ്പം ഡിസൈൻ ചെയ്യും. പ്രോപ്പർ ഷേപ്പിലാക്കും. കട്ടും ഗ്രൂമിങ്ങും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ സ്വാതി? ഇല്ല. നോർമലി എനിക്ക് വേണ്ടത് ആ ഒരു ലുക്ക് എന്നുള്ള ഒരു ചേഞ്ച്, ആ ഒരു ദിവസത്തേക്കുള്ള ഒരു ചേഞ്ച്, അന്നത്തെ ഒരു ദിവസത്തെ ചേഞ്ച് ഇവർ പരീക്ഷിക്കുന്നു, ഞാൻ നിന്ന് കൊടുക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. അതെ, യൂഷ്വലി ഇപ്പൊ ബ്രൈഡ്സിന് ഈ പറഞ്ഞതുപോലെ ഒത്തിരി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ആൾക്കാർ ഇത് ഫോളോ ചെയ്യാറുണ്ട്. ഗ്രൂമിന് ഇതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും ചെയ്യാൻ പറ്റും? ബേസിക്കലി നമ്മൾ ഇപ്പം അങ്ങനെ പ്രീ പാക്കേജ്ഡ് ആയിട്ടൊന്നും ഇല്ല. ലൈക്ക് നമ്മൾ നോർമലി പ്രിഫർ ചെയ്യാറ് ആളുടെ സ്കിൻ, ക്ലയന്റിന്റെ സ്കിന്നും ഹെയറും നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നോർമലി സജസ്റ്റ് ചെയ്യാറ്. സോ അതിന് നോർമലി മിക്ക ആൾക്കാരും ഫേഷ്യൽ ചെയ്യാറുണ്ട്, സ്കിൻ ട്രീറ്റ്മെന്റ്സ്. അത് ചിലരത് ആക്നെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആക്നെ കൺട്രോളിങ് ചെയ്യും. ഒട്ടുമിക്കവരും സ്കിൻ ടോൺ ഈവൻ ആക്കലാണ് മെയിനായിട്ട് ചെയ്യാം. ദെൻ ചിലർ ഹെയർ കളർ ചെയ്യാറുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ്. ഹെയർ സ്പാസ് ചെയ്യാറുണ്ട്. ചിലരുടെ ഹെയർ കുഴപ്പമുണ്ടാവില്ല, അതുകൊണ്ട് സ്പാ സജസ്റ്റ് ചെയ്യാറില്ല. സോ നീഡ് അനുസരിച്ചാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. ഇപ്പം ഗ്രൂം ആസ് കൺസേൺ എല്ലാവർക്കും മേക്കപ്പ് ഒരു പേടിയുള്ള സംഭവം. മിക്ക ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും ഒരു കൺസേൺ എന്താ വെച്ചാൽ പുട്ടിയടിച്ച മാതിരി ഉണ്ടാവുന്നു. നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ആക്ച്വൽ സ്കിൻ ടോണിന്റെ 1 സ്റ്റെപ്പ് അബവ് മാത്രമേ എൻഹാൻസ് ചെയ്യാറുള്ളൂ. ആക്ച്വലി ലേമൺ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോട്ടോ പ്രിന്റ് എടുക്കുമ്പോൾ സ്റ്റുഡിയോക്കാർ വർക്ക് ചെയ്യില്ലേ, അത്രേ കാണുള്ളൂ ആക്ച്വൽ ലുക്ക്. ഡാർക്ക് സർക്കിൾ കവർ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും മാർക്സിന്റെ കവർ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. പണ്ടത്തെ ആൾക്കാരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇടുമ്പോൾ അത് ഇട്ടതുപോലെ തോന്നുന്നു, അല്ലെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫൈഡ് ഇല്ല. പക്ഷെ ഇപ്പത്തെ ആൾക്കാർക്ക് ഏറ്റവും നാച്ചുറൽ, ഈവൻ ബ്രൈഡ് ആയാൽ പോലും അവർക്ക് ഒരു പരിധി വിട്ടു പോകാൻ താല്പര്യമില്ല.
അവര് ആസ് നാച്ചുറൽ, അതായത് എല്ലാവരും പേടിയെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഏതോ സിനിമയിൽ പറയില്ല കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വൽ ടോൺ വരുന്നുള്ളൂ. അപ്പം ഒരു നാച്ചുറാലിറ്റി കീപ്പ് ചെയ്യാനാണ് എല്ലാവരുടെയും താല്പര്യം, ഒരു 90%. ഇപ്പം ശരിക്കും എന്ത് പ്രൊസീജിയറാണ് നടക്കുന്നത്? ഇപ്പം ബിയർഡ് ഡിസൈനിങ്ങിൽ ജസ്റ്റ് ക്ലെൻസ് ചെയ്തെന്നുള്ളൂ, സ്കിൻ സോഫ്റ്റൻ ചെയ്തു, അപ്പം ലൈൻ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കോസ്റ്റ്യൂമിന്റെ റെഫറൻസ് കൂടെ എടുത്തിട്ടാണ് ശരിക്കും സ്റ്റൈലിംഗ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ 2-3 ഹെയർ ഡൂസ് ചെയ്യാം. നമുക്ക് ഇവന്റ്സ് ഒരുപാട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹെയർ സ്റ്റൈൽ മാറ്റി കൊടുക്കാം. അതായത് ഈവനിങ് വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ വെറ്റ് ലുക്ക്, കാലത്ത് യു ക്യാൻ ഗോ ഫോർ എ മാറ്റ് ലുക്ക്. അപ്പം അതിൽ തന്നെ ബൗൺസിയും ഒരു കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ സ്പൈക്കിന്റെ ഒരു ഡിഫറെന്റ് വേർഷനും അങ്ങനെ അങ്ങനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എൻറ്റയർ ലുക്ക് വിൽ ബി ഡിഫറെന്റ്. യൂഷ്വലി റെക്കമെൻഡ് അപ്പൊ ചെയ്യുന്നത് ഫൈനൽ അന്നത്തെ ദിവസം ആരാണോ ഹെയർ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് അവര് തന്നെ അപ്പം കട്ടിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ? അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്ത് കട്ട് ചെയ്തിട്ട് ഇവിടെ അല്ല, അതല്ല, മേക്കപ്പ് ചെയ്യണവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ബെറ്റർ. നമ്മളെപ്പോഴും ആദ്യം ചോദിക്കുക കോസ്റ്റ്യൂമിന്റെ പിക്ക്. കോസ്റ്റ്യൂമിന്റെ പിക്ക് കാണിച്ചിട്ട് ഇപ്പം ചില സൂട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചില സൂട്ടിന് വെറ്റ് ലുക്ക് ആയിരിക്കും, വേറെ ചില സൂട്ടിന് ഒരു മാറ്റ് ലുക്ക് ആയിരിക്കും ഭംഗി. ഇപ്പൊ ടക്സീഡോ പോലുള്ള സൂട്ടുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇറ്റാലിയൻ ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈല്, കുറച്ച് വേവി ആയിട്ടുള്ളത്, ഡിപ്പെൻഡ്സ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് സൗമ്യയാണ് സ്വാതിക് ആൻഡ് സജിന ഇവരുടെ വെഡിങ് കോസ്റ്റ്യൂം ഡിസൈനർ. ഹായ് സൗമ്യ. സോ പറഞ്ഞതുപോലെ സ്വാതിക്കിന്റെയും സജിനയുടെയും വെഡിങ്ങിന്റെ എൻറ്റയർ കോസ്റ്റ്യൂംസ് ഹാൻഡിൽ ചെയ്യുന്നത് സൗമ്യയാണ്. സോ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഓസ്കർ ഫാഷൻ. ഈ ഇവന്റ്സിനോട് റിലേറ്റഡ് ആണ്. എന്റെ ഹസ്ബൻഡാണ് ഇവന്റ് സൈഡ് നോക്കുന്നത്, ഡിസൈനിങ് പാർട്ട് ഞാൻ നോക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെത്തോളം എല്ലാം കപ്പിൾസ് ആണ്. നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിൽ സംസാരിച്ചപ്പോൾ അതും റൺ ബൈ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. നിങ്ങളും ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സോ ഫാമിലി ആൾക്കാർക്ക് വരാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. വരുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അത്. കാരണം ഈ പറഞ്ഞ അവർക്കായാലും വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായാലും ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പോകാനായാലും ഇറ്റ്സ് ഈസി ഇപ്പോൾ. ഓക്കെ. സോ ഇപ്പം ഒത്തിരി എക്സ്പെക്ടേഷൻസോട് കൂടി സ്വാതിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നതാണ്. ആൻഡ് കോസ്റ്റ്യൂംസിന് ഒത്തിരി പ്രത്യേകത തന്നെ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് ശരിക്കും ഇവരുടെ കല്യാണത്തിന് പ്ലാൻ ചെയ്തേക്കുന്നത്? അതായത് സ്വാതിയുടെ ബ്രൈഡ് സജ്ന എന്ന് പറയുന്നത് ഒരു പാവം പിടിച്ചൊരു കുട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആൾക്ക് ഇന്ന കൺസെപ്റ്റ് ഒന്നുമില്ല. നമുക്ക് നോർമലി ഇവിടെ വരുന്ന ബ്രൈഡ്സ് ഒരു 100 ഐഡിയാസും കൊണ്ട് അവർ വരിക. ചില സമയത്ത് നമ്മളെ വെള്ളം കുടിപ്പിക്കുക അവരുടെ ഐഡിയാസും ഇതും പറഞ്ഞിട്ട്. സജ്ന എന്ന് പറയുന്നത് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പെൺകുട്ടി. ആള് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി എൻ്റെ കളറിലേക്ക് പറ്റി എന്തായിരിക്കും നല്ലത്. അതായിരുന്നു അവർ വന്ന് ചോദിച്ചൊരു മാറ്റർ. നല്ല ഫെയർ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. സോ വി സജസ്റ്റഡ് ഡീപ്പ് മെറൂൺ ഷെയ്ഡിലേക്ക് പോവാം. ബിക്കോസ് ഓൾറെഡി കല്യാണം വെഡിങ് സാരി ഒരു ഗ്രീൻ ഷെയ്ഡാണ്. സോ ഓക്കെ വിൽ ഗോ ഫോർ ഡീപ്പ് മെറൂൺ എന്ന് പറഞ്ഞു. അതിലുള്ളൊരു ഗൗണാണ് ചെയ്തിട്ടുള്ളത് വിത്ത് എംബ്രോയിഡറി ആൻഡ് സ്റ്റഫ്സ്. സ്വാതി ഇന്ന് മോർണിംഗ് ആണ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയണത്, ചേച്ചി എനിക്ക് ഡ്രസ്സ് വേണം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇട്ട് തരണം എന്ന് പറയണത്. സോ ആകെയുള്ളത് യെസ് വേണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്, അന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടു. ബട്ട് സ്റ്റിൽ അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ ആകെ പറഞ്ഞത് കളർ സെയിം ആവണം, സജിനയുടെ കൂടെ മാച്ചിങ് ആയിട്ട് നിൽക്കണം. എന്ത് വേണം എങ്ങനെ വേണം ഒന്നും ഈ പറഞ്ഞ സ്വാതിക്കും ഡിമാൻഡ്സ് ഉള്ളൊരു ഇതല്ല. അപ്പോൾ ആൾക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഉള്ളിലത്തെ ഷർട്ട് ഒരു പ്രിന്റഡ് മെറ്റീരിയലാണ്. അതിലേക്ക് ഒരു വെസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. മെറൂൺ ഷെയ്ഡിൽ തന്നെ ഒരു വെസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും അത് കഴിഞ്ഞിട്ടില്ല. സോ ആദ്യം പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഞാൻ എവിടെയും പോലെ എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫൈനൽ ട്രയലിനും കാരണം ഷർട്ട് ഓൾറെഡി ട്രയൽ ചെയ്തു കഴിഞ്ഞു, അത് കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ട് വെസ്റ്റിന്റെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നാളെ മോർണിംഗ് ഫംഗ്ഷന്റെ ഇനി അതും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സജിനയ്ക്ക് ശരിക്കും എത്ര ട്രയൽസ് വേണ്ടി വന്നു? 2 വട്ടം. 2 വർഷം വന്നു. ഇപ്പൊ ഇത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഡ്രസ്സും കൂടെ നിങ്ങൾ ഡിസൈൻ ചെയ്തു എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അതെന്താ വെച്ചാൽ സ്വാതിക്ക് ഫസ്റ്റ് ടൈം പോകുമ്പോൾ ആൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സോ അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു അതും ഗൗൺ തന്നെയായിരുന്നു, ഒരു വെഡിങ് ഗൗൺ പോലെ ചെയ്തിട്ടുള്ള ഒരെണ്ണമായിരുന്നു. ഒരു നല്ല ഇലക്ട്രിക് ബ്ലൂ ഷെയ്ഡിൽ ചെയ്തത്. അത് സ്വാതി പറഞ്ഞ ആളുടെ പേരൻസിൻ്റെ നമ്മൾ കൊടുത്തു വിട്ടൊരു ഗിഫ്റ്റ് ആയിരുന്നു അത്. സ്വാതി അവരുടെ വെഡിങ് റിസപ്ഷൻ ദുബായിൽ നടന്നു. ഫോർ ദ നിക്കാ അതാണ് സജ്ന ഇട്ടത്. അത് ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു ഐറ്റം ആയിരുന്നു, ബട്ട് അവരത് നിക്കാഹിന് അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ശരിക്കും ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഈ ഫാഷൻ ബേയിൽ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് അല്ലേ? നിങ്ങളുടെ സ്റ്റിച്ചിങ് യൂണിറ്റും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ തൊട്ട് മേലത്തെ ഫ്ലോറിൽ നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അവിടെയാണ് എല്ലാ വർക്കും നടക്കുന്നത്. ഹാൻഡ് വർക്ക് ആണെങ്കിലും ഡിസൈനിങ്ങും കട്ടിങ്ങും ബാക്കി എല്ലാ പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് മേലത്തെ ഫ്ലോറിലാണ് നടക്കുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം എന്ത് ബ്രൈഡിനും എല്ലാം ചെയ്യും. ഈവൻ ഫോറിൻ ഗസ്റ്റിനെ പോലും നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ത്യൻസ് മാത്രമല്ല, നമുക്ക് എല്ലാ ഇതിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇവരുടെ കോസ്റ്റ്യൂംസിന്റെ ഒരു ചാലഞ്ചസ് പറഞ്ഞതുപോലെ ഈ നിമിഷവും സ്വാതിക്കിന്റെ ഡ്രസ്സ് റെഡി ആയിട്ടില്ല. പക്ഷെ അത് നിങ്ങളിലുള്ള ഒരു വിശ്വാസമാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു ഫീല് എനിക്ക് സ്വാതിക്കിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളായിട്ടുള്ള ഒരു കൊളാബറേഷൻ, ഒരു അറ്റാച്ച്മെന്റ്, അതിന്റെ ഒരു കോൺഫിഡൻസ് കാണുന്നുണ്ട്. സോ ഏതായാലും തീരുമല്ലോ അല്ലേ? അല്ല, സ്വാതിക്ക് ശരിക്കും പുറത്ത് പോയി എടുക്കാൻ ഏറ്റവും ഒരു നോർമൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഷോപ്പിൽ ഇപ്പോൾ റെഡിമെയ്ഡ് എടുക്കാം. ബട്ട് എന്തോ ആൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രസ്റ്റ് എന്തായാലും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുമില്ല. ഓക്കെ. സോ എനിവേ ഈ പറഞ്ഞതുപോലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും ആ ഡ്രസ്സ് റെഡി ആയിട്ടില്ല. പക്ഷേ ദ വർക്ക് ഇസ് ഇൻ പ്രോഗ്രസ്. അതാണ് സ്വാതിക്കിൽ ഇവരിലുള്ള കോൺഫിഡൻസ്. നമുക്കും കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും സ്വാതിക്കിൻ്റെ ഒരു ഫൈനൽ ഒരു അപ്പിയറൻസ് ആസ് എ ഗ്രൂം നാളെയെന്ന്. സ്റ്റേ ട്യൂൺഡ്. യു ആർ വാച്ചിങ് ചുങ്ക ജ്വല്ലറി സ്വയംവരം. ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ചോദിക്കുക ഹെയർ ഡൂസ്, ഹെയറും ബിയർഡ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ വീൽ ഷോ ദം ഒരു കൈൻഡ് ഓഫ് ഒരു 70% ലുക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ സ്റ്റൈലിംഗ് പ്രോഡക്ട്സും എല്ലാം കൂടെ വരുമ്പോഴാണ് യു വിൽ ഗെറ്റ് ദ ആക്ച്വൽ വൺ. ശരിക്കും എനിക്ക് തോന്നുന്നു ഗ്രൂം അന്നത്തെ ദിവസം മാത്രമേ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ, അല്ലാണ്ട് തന്നെത്താൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ ഈ ഒരു കട്ടൊക്കെ വെറുതെ മുടി കഴുകിയിട്ട് ചെയ്യാലും ഒരുവിധം ഈ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന്റെ പ്രോപ്പർ സ്റ്റൈലിംഗ് മാത്രം ഇവിടെ വന്ന് ചെയ്യേണ്ടി. ഓക്കെ. സോ നമ്മളിപ്പം ഹെയർ കട്ട് ഒരുവിധം കഴിഞ്ഞു, ബിയർഡിന്റെ ബേസിക് ട്രിമ്മിങ് കഴിഞ്ഞു, ഇനി അതിന്റെ സ്റ്റൈലൈസിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആദ്യം ക്ലെൻസിങ് കഴിഞ്ഞു, ഇപ്പം ഓരോ പ്രൊസീജിയേഴ്സ് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഓ തീർച്ചയായിട്ടും. സ്വാതിക്കിന്റെ മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വന്ന് കണ്ടപ്പോൾ ഇപ്പോഴും നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. സ്വാതിക് കുറെ നേരമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്. അത് ചോദിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഐ നോ എനിക്ക് നല്ലതാണെന്ന് അറിയാം. എനിക്കത് നേരത്തെ വരും എന്നുള്ളത് ഇങ്ങനെയാണെന്ന് നേരത്തെ ബാവുക കാട്ടി തന്നിട്ടുള്ള പോലെ തന്നെയാണ് ഏകദേശം വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊരു അഭിപ്രായം അറിയുമ്പോഴാണ് ഓക്കെ കോൺഫിഡൻറ്റ് ശരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നമ്മൾ പോകുന്ന ഒരു ലുക്കാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ്. ഇത്രയും പേര് എന്നെ ഇപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകണം, അവരുടെ വീട്ടിലുള്ള എല്ലാവരും അതുപോലെ തന്നെ അവരുടെ ആളുകളും ഒക്കെ എന്നെ ആദ്യമായിട്ട് കാണുന്നു, അവരുടെ വീട്ടിലേക്ക് ആദ്യം പോകുന്നു. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് മേക്ക് ഓവർ. അതെ, ഇപ്പം ഞാനൊരു സെൽഫ് കോൺഫിഡൻ്റ് ആണ് പോകാൻ. കമൻഡബിൾ ജോബ് ആണ് ശരിക്കും. നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഞാനും ഫോട്ടോ കണ്ടു. ചിലപ്പം പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കും, അവരെന്തെങ്കിലുമൊക്കെ കാണും ചെയ്യും, പക്ഷെ അൾട്ടിമേറ്റ്ലി ആ ലുക്കൊന്നും അച്ചീവ് ചെയ്യാറില്ല. പക്ഷെ ഇത് സ്വാതിക്കിന് ഏറ്റവും സൂട്ടഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് ബേസിക്കലി നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം സ്വാതിക്കിന്റെ ചെയ്തത് നമ്മൾ ബിയർഡ് ഡിസൈൻ ചെയ്തപ്പം ആദ്യം ട്രിം ചെയ്തത് സെക്കൻഡ് നമ്പർ ഇട്ടിട്ട്. അപ്പൊ ബേസിക്കലി അത് ചെയ്തത് കുറച്ചിട്ട് ചെയ്തിട്ട് പിന്നെ കൂട്ടാൻ പറ്റില്ല. അപ്പം പക്ഷെ കൂട്ടി വെച്ചിട്ട് ചെയ്ത് നമുക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ആദ്യം കൂട്ടി വെച്ച് ചെയ്ത് കാണിച്ചു കൊടുത്ത് then he was confident enough to reduce it further. then കൺവിൻസ്ഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റം പണിയാണ്. ആക്ച്വലി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. കാരണം ആദ്യം തന്നെ ഏറ്റവും കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പം പണി തീരും. ആസ് ഹി സെഡ് ലൈക്ക് കോൺഫിഡന്റ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു
കൺവിൻസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും റിഫ്ലക്ട് ചെയ്യും. അതെ. Anyway, we have a very confident, smart, handsome man. നാളെ തീർച്ചയായിട്ടും സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. Maybe അല്ല, ആണ് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. So anyway, thank you so much. Thank you, Swatik. ഇനി ഞങ്ങൾ ബാക്കിയുള്ള ജേർണിയിൽ തുടരും. But for all those beautiful visuals and stories, you'll have to stay tuned. You're watching Chunga Jewelry Swayamvaram.